കയ്യില് വാങ്ങിക്കുന്ന ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാര്യം എന്താ വെച്ചാല് സമയം ഇപ്പൊ രാവിലെ 10 മണിയായിട്ടോ. ഇത് നമ്മുടെ ഗുഡ് മോർണിംഗ് വ്ളോഗ് കൂടിയാണ്. ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താം കേട്ടോ. നമ്മളെ കാണാൻ വേണ്ടി ഇവിടുത്തെ വേണ്ടപ്പെട്ട ടിവിക്കയുടെ മെമ്പറായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അണ്ണാ വണക്കം. பேரு ஜேசுதேவன், விழுப்புரம் தெற்கு மாவட்டத்துடைய மாவட்ட வர்த்தகணி அமைப்பாளர், இணை அமைப்பாளர் பிரகாஷ், இணை அமைப்பாளர் பால்ராஜ், காணை ஒன்றிய பொறுப்பு. எங்களை சந்திக்கிறதுக்கு வந்ததுக்கு ரொம்ப சந்தோஷம். இந்த இவ்வளவு பெரிய ஆளுங்க நம்ம பார்க்க வரும்போது நமக்கு ஒரு தனி ஃபீல் இருக்கு. அது எப்படி சொல்லணும்னு தெரியாது. அதனால ரொம்ப சந்தோஷம் இங்க வந்ததுக்கு. ரொம்ப ഹാപ്പിയാ ഇருக்கு. സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ കൂടി വരിക കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയുടെ ഏറ്റവും വലിയൊരു സന്തോഷവും ഒരു പുറയുന്നുള്ളൊരു പവറും. ഇത് ടിവിക്കയുടെ പവറാണ്. നമ്മുടെ അണ്ണന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അതിനകത്തുനിന്ന് ഒരു തുള്ളിയാണ് നമുക്ക് തരുന്നത് കേട്ടോ. എല്ലാവരും പോരെ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മള് ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങി നല്ല ചൂടാണ്. രാത്രിയാണെങ്കിൽ വർക്ക് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയർഡായി. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും ലേറ്റായി. ഞാൻ താഴത്തേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പോവാണ്. ഇതുണ്ടോ, ഇവിടെ വെയിലടിച്ചിട്ടില്ല, ഇങ്ങോട്ട് വെയിലടിക്കുന്നു. അതിന്റെ കടുപ്പം കണ്ടോ? ആഹാ, സൂപ്പർ കടുപ്പം. ഞാൻ ഒരു കടയിൽ കയറിയിട്ട് അവിടെ പോയിട്ട് നമ്മള് ഭക്ഷണം ചോദിച്ചു. ഭക്ഷണമുണ്ട്. ഒരു ദോശയ്ക്ക് 35 രൂപ. ശരി എന്നെ വണക്കോ. നേരെ ഇറങ്ങി അടുത്ത കടയിൽ പോവാ. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കടയും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ. കിട്ടിക്കോ. പിന്നെ ഒരു കവർ എക്സ്ട്രാ കൊടുത്താൽ നല്ലതായിരിക്കും. ഇന്നലെ രാത്രി ഇവിടെ നിന്നാണ് ഭക്ഷണം വാങ്ങിച്ചത്. 2 പൊറോട്ട, ഒരു ദോശയും വാങ്ങിച്ചു, ഒരു ഓംലേറ്റും വാങ്ങിച്ചു. നമ്മുടെ നാട്ടിൽ എത്ര രൂപ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. പക്ഷെ ഇവിടെ 100 രൂപയാണ് കൊടുത്തത്. അതായത് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി എന്നിട്ട് പറയും. പുറത്തൊക്കെ നോക്കുമ്പോൾ വെയില് കണ്ടോ, നല്ല വെയില്. ചൂട് കാറ്റ് മുഖത്ത് കടിക്കുമ്പോളേ അതിനെക്കാറ്റും ഫീലാണ്. ഭക്ഷണത്തിന്റെ ഇവിടെ ഒരു ഓംലേറ്റും കൂടെ പറഞ്ഞിട്ടോ. ഇവിടുത്തെ അടുപ്പ് ഞങ്ങള് വിറകടുപ്പ്. എത്രയോ ഹോട്ടലിൽ പൂട്ടി പോയേക്കുന്നു. ഇതൊക്കെ കണ്ടുവെച്ചോ. ഇനിയുള്ള കാലത്ത് ഇതുപോലെ എന്ത് സിറ്റുവേഷൻ വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മളത് ബീബീന്റെ അടിച്ച് വരുമ്പോഴത്തേക്ക് ഒത്തിരി ലാഗായി പോകും. അപ്പത്തേക്കും കസ്റ്റമറൊക്കെ അടുത്ത കട തേടി പോയിട്ടുണ്ടാവും. ചെറിയൊരു കടയാട്ടോ, പക്ഷെ അവിടുത്തെ റേറ്റ് കണ്ടാ ഓടേണ്ടി വരും. നമ്മള് പാർസൽ വാങ്ങിച്ചു. കടയുടെ ബോർഡായി കാണുന്നത് 100 രൂപ ആയിട്ടോ. ആളുടെ 80 രൂപ ആയിട്ടുള്ളായിരുന്നു. 20 രൂപ ചേഞ്ചില്ല. അതുകൊണ്ട് ഒരു വെള്ളം കൂടെ എടുത്തു. തിരിച്ചിനി റൂമിലേക്ക് പോവാണ്. അവിടെ ഒരാൾ വായുമൊളിച്ചിരിപ്പുണ്ടാവും. ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ പേരാട്ടോ ആനന്ദ ഭവൻ. മുകളിലെ ബോർഡ് കണ്ടോ, താഴെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചില്ലെന്നേ ഉള്ളൂ. നല്ല ടൈറ്റിൽ പിടിച്ചതിരിക്കി. ഇന്നലെ രാത്രി ഇതായിരുന്നു കേട്ടോ അവസ്ഥ. തിരിക്കാൻ നേരത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇപ്പോഴും അത് തന്നെ. ഉള്ളിൽ നമുക്കൊരു ഭയം വരും. അതായത് ലോക്കായോ പേടിയായോ അങ്ങനെ. ഇന്ന് തുറക്കാൻ പറ്റുന്നില്ലേ? പറയും കഴിയണില്ല. എന്തേ കൈ മുറിച്ച നല്ല ടൈറ്റിൽ പിടിക്കണം, എന്നാലേ അത് ഇതാവത്തുള്ളൂ. സൂപ്പറായി. രാത്രി എങ്ങനെ വന്നാണോ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടാപ്പി ചുണ്ടരയാണ്. സമയം ഇപ്പോൾ 3 മണിയായി. ഇത്രയും നേരം ഇറങ്ങാത്ത എന്താ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ അതിനൊരു മെയിനായിട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ക്യാമറയും ഫോണും ടാബും ഇതൊക്കെ ഓൾറെഡി നല്ല സ്റ്റോറേജ് ആയി. അപ്പോൾ കുറേയധികം വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇനി സ്റ്റോറേജ് കൂടി ഒന്നും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ തന്നെ 2 മണി അടുത്തായി. അതുകൊണ്ട് തന്നെ രാവിലെ ലേറ്റാവുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴും അതിന് വർക്ക് തീർന്നിട്ടില്ല. അതെ വേണ്ടോ, ഇപ്പോഴും ഇവിടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ റേഞ്ച് നെറ്റ്വർക്കും കുറച്ച് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പോരെ. നമുക്ക് നമ്മുടെ വിജയണ്ണനെ ഒരുമിച്ച് കാണാം. റൂം കൂട്ടി താക്കോലെടുത്തു. ലിഫ്റ്റ് മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്ക് പോകാം. ലോക്കായി. 0 മേടിച്ചു പോയി. ആകോട്ട് കയറുന്ന സമയത്ത് സൈഡിലെ ടെന്റ് ഉണ്ടല്ലോ, ടെന്റ് പെട്ടെന്ന് ഇതിൻ്റെ അവിടെ ജാം പോലായിട്ടോ. ഓ നമ്മളെ ഇന്നലെ സ്റ്റേ ചെയ്ത റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ആട്ടോ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തത്തെ വെയിലുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ കാൽനട യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ചെങ്കൽപ്പേട്ട് പഴവേലി എന്ന് പറയുന്ന
സ്ഥലത്ത് നിന്ന് കേട്ടോ. യാത്ര തുടങ്ങുന്നത് 4 മണിയായി. നല്ല വെയിലും ഉണ്ട്, നല്ല പൊടിയും ഉണ്ട്. ഇതുണ്ടോ വെള്ളപ്പൊടി കാണോ? അപ്പുറത്തുണ്ടോ ക്ഷീർബോസ് ഗാർഡൻ സിറ്റി. കുറച്ച് പശുക്കൾ നടന്നു വരുന്നുണ്ടോ? പശുവിന്റെ കാര്യത്തിൽ മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കണ്ടോ ഈ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്ന ലോഡ് കണ്ടോ? സൈഡിലോട്ടൊരു കമ്പി ഉള്ളിൽ പോണ്ട്. മൂത്തങ്ങാൻ ഇപ്പൊ കൊണ്ടായിരുന്നെങ്കിൽ നല്ല സുഖം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. അവിടെ താഴെ കണ്ടോ? താഴെ വെള്ളമാണ്. അത് അവിടെ വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ തുണി എന്താ കെട്ടി വെച്ചിട്ടുണ്ട്. കാട്ടിനുള്ളിൽ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോ എന്താ പോലെ കേൾക്കും. ആടാ വലിയൊരു പാലം കേട്ടോ. പാലം ക്രോസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഗാർഡൻ സിറ്റിയിലോട്ട് പോകുന്നത്. എനിക്ക് നമ്മുടെ ഇതുണ്ടല്ലോ, പ്ലോട്ടുകളൊക്കെ തിരിച്ചിട്ട് വീട് വെച്ച് കൊടുക്കുമല്ലോ, അതാ വീട്ടിൽ താമസിക്കുമല്ലോ, ആ ഒരു സംഭവം തോന്നുന്നു ഗാർഡൻ സിറ്റിയിലുള്ളത്. ഇത് മുഴുവനും വേസ്റ്റ് ആട്ടെ കിടക്കുന്നത്. തമിഴ്നാട്ടില് ഈ ഒരു വേസ്റ്റ് നീക്കി കഴിഞ്ഞാൽ തന്നെ പകുതി അസുഖം മാറി കിട്ടും. അത്രത്തോളം വേസ്റ്റ് തമിഴ്നാട്ടിലുണ്ട് കേട്ടോ. ഇതിങ്ങനെ അടുത്തേക്ക് വരുമ്പോ എന്ത് നാച്ചാന്നറിയോ? എത്രയോട്ട് ഛർദിച്ച് ഞാൻ വെള്ളം തമിഴ്നാട് കയറി അന്ന് മുതലേ ഛർദിയാണ്. അത്രത്തോളം നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താന്ന് വല്ലതും മനസ്സിലായോ? ഈ പട്ടി ചത്ത് കിടക്കുന്ന കേട്ടോ. അതിന്റെ അസ്ഥി കൂടാണ് കിടക്കുന്നത്. അതിന്റെയൊക്കെ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ വേസ്റ്റ് ഇട്ടിട്ട് ആ വേസ്റ്റിനകത്ത് നിന്ന് അത്രയധികം ദുർഗന്ധം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. തമിഴ്നാടിന്റെ ഒരു ശാപം എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഇതാണ്. അണ്ണാ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാക്കണം കേട്ടോ. അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണിത്. ഇതിന്റെ എതിർവശം ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രത്തോളം വേസ്റ്റ് ഉണ്ട് ഇവിടെ. ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവരുടെ രോഗങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ തന്നെ എങ്ങനെ വന്നതെന്ന് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. തമിഴ്നാട്ടിലെ മദ്യത്തിന്റെ പ്രശ്നം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചത്. ഇതുണ്ടോ റോഡ് സൈഡില് തൊട്ടപ്പുറത്ത് മുഴുവനും വേസ്റ്റ്. ഓക്കെ, വെള്ളം അടിച്ച് വാള് വെച്ച് കിടക്കാണ്. അപ്പൊ എത്രത്തോളം ഇവിടുത്തെ മക്കള് അടിമപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് ആ ഒറ്റ കാഴ്ചയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കിടക്കുന്നുണ്ടോ? ഒരു വണ്ടി എങ്ങാനും വന്ന് സൈഡിൽ പാർക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് വന്ന് കേറും. കുറച്ചൊരു ഇത് കണ്ടാലും ഒരു വണ്ടി പോലെ തോന്നുന്നില്ലേ? പക്ഷെ അതൊരു താഴ്ക്കടാ. കണ്ട എന്ത് രസമല്ലേ, വലിയ ജീപ്പ് എടുക്കുന്ന പോലെ. ഒരാളെ കണ്ടോ? എന്തോ വയ്യാത്ത കേട്ടോ, തലയ്ക്കെന്തോ പ്രശ്നമുള്ള ആളാണ്. മുണ്ടൊക്കെ തലയെ കൂടി ഇട്ട് നടക്കുന്ന പോലെയൊക്കെ നടക്കുന്നത്. ആയിസ് നമ്മള് വരുന്നതായിരിക്കും മലയാളീസിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് വെള്ളം വാങ്ങിച്ചോണ്ട് പേരുന്നോ? സായല്ലേ ഇവിടെ ഷോപ്പാണോ? ഓക്കെ, ഒത്തിരി സന്തോഷം. വാങ്ങിച്ചോ. ശരി, ഇല്ല പോ, നമ്മൾ മാക്സിമം ദൂരം പോകും. ശരി ശരി. അവിടെ മലയാളീസിനെ സപ്പോർട്ട് ചെയ്യാണ്ട് പൊളിയല്ലേ? മച്ചാളെ കൊണ്ടുപോകുന്നത് ഉത്സവം പോലാണ് അവർക്ക്. അതാണ് തമിഴ്നാട് സ്റ്റൈൽ. നമ്മള് വെള്ളം വേണ്ടാന്ന് പറഞ്ഞിട്ട് വെള്ളം വാങ്ങിച്ചോണ്ട് വന്നേക്കാണ്. റോഡിന്റെ സൈഡ് ഭാഗത്ത് മരങ്ങൾ നിങ്ങൾ കണ്ടോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം കാണാൻ. ഇഷ്ടം പോലെ വണ്ടി ഉണ്ടെങ്കിലും സമയം ഇപ്പൊ 5 മണിയായി. അതുകൊണ്ട് തന്നെ വെയില് കുറഞ്ഞു. നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. മാക്സിമം ഞങ്ങൾ ദൂരം പിടിക്കും. ഈ സമയത്ത് നടന്നിട്ട് സംഭവം സൂപ്പറാണ്. പക്ഷെ ഒരു കിതക്കേട് കിതപ്പ് വരുന്നോ? അതെന്താന്നറിയോ? നമ്മുടെ ഉള്ളില് കുറെ നേരത്തെ AC ഉണ്ട്. ആ AC പുറത്തേക്ക് ഇറങ്ങി പോണ്. അതിപ്പോ മാറിക്കോളൂ. ഇന്നലത്തെ റൂമിൽ നല്ല AC ആയിരുന്നു കേട്ടോ. തണുത്ത് ക്രൂളിന്ന് പറഞ്ഞാ കിടന്നു തുടങ്ങിയത്. അത്രത്തോളം തണുപ്പുണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായോ? റെയിൽവേ പാളം ഇതുണ്ടോ? ആകെ പൊളിഞ്ഞ് പണ്ടാരടങ്ങാറായിരിക്കും കേട്ടോ. നമ്മളിവിടെ കുറച്ചേരം ഇരിക്കാൻ പോണു. ഇരുന്നിട്ടേ പോകുന്നുള്ളൂ. അപ്പാടി അപ്പി അവിടേക്കില്ല, ഇവിടെ കയറിയിരിക്കും. നമ്മളവിടെ കുറെ നേരം ഇരുന്നിട്ടോ. ഇത് നമ്മളവിടെ നിന്ന് നടത്താൻ തുടങ്ങാണ്. നല്ല വലിപ്പമുള്ള ഒരു റെയിൽവേ പാളം അല്ലെ? കോമഡി. 2 സൈഡിൽ കൂടെ റോഡ് പോകുന്ന കേട്ടോ. ഞാൻ അവിടെ ഇറങ്ങിയാൽ തന്നെ എന്റെ മുട്ടെന്തോ ആയിപ്പോയി. നമ്മള് കുറച്ചേരം ഒരിടത്ത് ഇരുന്നിട്ട് എണീച്ച് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് താഴ്ത്തിട്ട് വെക്കുമ്പോഴോ കാലങ്ങാണ്ട് ഇല്ലാണ്ടായി പോകുന്ന പോലെ ചിരട്ടയൊക്കെ തെന്നി പോവില്ല. ആ ഒരു ഫീല്. അതാ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് റൂം എടുക്കുമ്പോഴും താഴത്തെ നിലയിൽ തന്നെ നോക്കണത്. മേലെ പോവാന് സ്റ്റെപ്പ് ഇറങ്ങിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് വരുന്ന കഴിക്കാൻ നമ്മളെ TVKയുടെ മെയിൻ ആയിട്ടുള്ള ഒരാൾ വിളിച്ചു നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാണ് കൊണ്ടുവന്നത് കേട്ടോ. നമ്മളങ്ങനെ ഇവിടുത്തെ ചായ കുടിച്ചു. നമ്മള് പൂവാണ് ഇവിടുന്ന് തിരിച്ചു. അങ്ങനെ അടുത്ത് കുടിച്ചിട്ട് നല്ല ചായ. എനിക്ക് ആ കേക്ക് ഇഷ്ടപ്പെട്ടു. പോട്ടെ. കാക്കയുടെ സ്ഥലം നാട്ടില് കോയമ്പത്തൂര് മലപ്പുറം ജില്ലയിൽ. ഓക്കെ, ഇവിടെ എത്ര വർഷമായി? ഇപ്പോ 5 വർഷമായി. പാർട്ട്നേഴ്സാണോ? ഹബീബ്.
ഓക്കെ ശരി പോട്ടാ ആണോടാ ബായോടെ മുങ്ങിയായി എത്ര ദിവസം ഇനി 3-4 ദിവസം ഉള്ളൂ ഇവിടുന്ന് അധികം ഇല്ലല്ലോ Guys, നമ്മുടെ പേയ്മെന്റ് ആള് വന്നു കേട്ടോ വിളിച്ചേറ്റിരിക്കുന്നത് അവര് അവിടെ ഒരു ഫ്ലെക്സ് അടിച്ചോണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാട്ടോ നമ്മുടെ കട ഓക്കെ നമ്മുടെ അണ്ണന്റെ ഫ്ലെക്സ് அந்த ஃபிளெக்ஸுக்கு இப்ப எவ்வளவு ரூபாய் கோஸ்ட் 2000 பேனருக்கு மட்டுமே பேனருக்கு மட்டும் இது புது அந்த ஆங்கிள் சேனல் ஸ்டாக்ஸ் ரெடி பண்றதுக்கு அதுக்கு எல்லாமே காஸ்ட் இப்ப இது என்ன விளம்பரத்துக்காக வச்சிருக்கு தலைவர் பிறந்த நாள் வருது அதுக்கு 22ஆம் தேதி சூப்பர் சூப்பர் ഈ അണ്ണ കേട്ടോ നമ്മളെ വിളിച്ചോണ്ട് പോയത് അണ്ണ ഉங்க പേര് குமரேசன் இந்த கட்சிக்கு செங்கல்பட்டு மத்திய மாவட்ட இணைச் செயலாளர் என்ன ഇംഗ്ലീഷിൽ என்ன சொல்லுவாங்க அதுக்கு பிரியா അതാ ജോയിന്റ് സെക്രട്ടറി ആട്ടോ നമുക്ക് ഈ ഒരു ചായയൊക്കെ സ്പോൺസർ ചെയ്ത് ரொம்ப നന്ദി நாங்க அங்க வெயிட் பண்ணுவோம் கொஞ்சம் போட்டோ எடுக்கலாமா ഫോട്ടോ എടുക്കാം എങ്ങാണ്ട് നമ്മുടെ അണ്ണ ഫ്ലെക്സ് ഒക്കെ ഉണ്ട് വേറെ ലെവല് டோல் வேற இருக்கு വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആട്ടെ കാണുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ അണ്ണന്മാരൊക്കെ ഉണ്ട് ശരിയാണേ ഇതുണ്ടോ വെള്ളം പൊട്ടിപ്പോയതാണോ ഏതോ പ്രശ്നം കേട്ടോ ഇവിടെ അതിന്റെ JCB കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു ഡാം ആട്ടോ ഈ കാണുന്നത് നമ്മളൊരു ഫ്ലൈ ഓവറിന് ഉണ്ട് ഇവിടെ ചെറിയ ഫ്ലൈ ഓവർ ആണ് കേട്ടോ ഇവിടെ അതിന്റെ ഫ്ലൈ ഓവറിന് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഇത് വേസ്റ്റ് വെള്ളം കേട്ടോ വേസ്റ്റ് വെള്ളം അത് വേസ്റ്റ് വെള്ളം വറ്റിച്ച് അവര് പൈപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കും കേട്ടോ ഈ തൊട്ടപ്പുറത്തുള്ളത് റെയിൽവേ പാളം കേട്ടോ ഇപ്പൊ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോയുള്ളൂ നമുക്ക് ക്യാമറയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന്റെ അപ്പുറത്ത് വലിയൊരു റിവർ ആട്ടോ അതിന്റെ അപ്പുറത്ത് വലിയൊരു മല അത് നിരന്ന് കിടക്കുന്നത് ഫുള്ളായിട്ട് ചെറുക്കെന്ന് പറഞ്ഞാൽ അതുപോലെ വണ്ടി ചെറുക്കാം നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇപ്പൊ രണ്ടാമത്തേലാ വെള്ളം കാണുന്നത് ഫസ്റ്റ് നമ്മളിപ്പോ ഈ അടുത്തൂടെ ഒരു ഇതിൽ നിന്നില്ലല്ലോ ഒരു വലിയ ലേക്ക് ഇത് രണ്ടാമത്തെ അതിന്റെ കൂടെ ഉള്ളതായിരിക്കും മിക്കവാറും ഇത് അല്ലേ ഇന്നലെ നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഒരു ലേക്ക് കണ്ടില്ലേ അവിടെ ഒരു തുള്ളി വെള്ളമില്ല ഇന്നത്തെ ലേക്കിലാണെങ്കിൽ വെള്ളം മാത്രമേ ഉള്ളൂ അറിയോ ഇത് വൺ വേ ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നുണ്ടോ അതിന്റെ നടുക്കിൽ കൂടെ കുറെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നോക്ക് ഇതിന്റെ സൈഡിലും വലിയ വലിയ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഞാനൊരു സൂത്രം കാണിച്ചുതരാം കേട്ടോ ഇതുണ്ടോ പശു ആട്ടുകുട്ടികള് പുകയില്ല. ഇവിടെയൊക്കെ പുകയമ്പില്ല അത് വീട്ടിലാണോ കാട്ടിലാണോ എന്ന് പറയാൻ പറ്റൂല ആ ഒരു സ്ഥിതിയിലാണുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തായാലും പുകയമ്പില്ല കാണാൻ കണ്ടോ ഗൈസ് ഒരു കുരങ്ങനെ കണ്ടോ കുരങ്ങിന്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിലൊരു കുഞ്ഞുണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റ് ഇരിക്കുമല്ലേ കൊടുത്താലോ കയ്യില് വാങ്ങിക്കുന്ന നോക്കുക അടുത്തിട്ട് ഒരിടത്ത് തന്നെ ഇരിക്കണോ അടുത്തിട്ട് ഓടി വന്നു ഇപ്പൊ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും അതെ മോളിക്ക് വെള്ളം നമ്മള് തേങ്ങ വെക്കണ പക്ഷെ പൊങ്ങണ തേങ്ങ ഞാൻ ഇപ്പഴാ വേണ്ട കാണിച്ചത് ഇതുണ്ടോ മുറിച്ച തേങ്ങ ഇഷ്ടം പോലെ ഉണ്ട് ഇളനീന് അങ്ങനൊക്കെ പേരെന്താ അക്കാ പേര് അന്നലക്ഷ്മി എന്താ അക്കാ പേര് അർണി അവൻ വേല பண்ண மாட்டேன் வேலை பண்ண மாட்டேன் காலேஜ் നമ്മൾ നടന്നു വരുന്ന വഴിക്ക് നമ്മള് കടയുടെ വെറുതെ ഒരു വീഡിയോ എടുത്ത കേട്ടോ അല്ല നമ്മള് പോകുന്ന വഴിക്ക് അവളെ തിരിച്ച് പുറകിന്ന് വിളിച്ച് കേട്ടോ അപ്പൊ ചായ പിടിച്ച് ഇറങ്ങിയല്ലോ നമ്മള് സൂപ്പറാണ് സന്തോഷമാണ് നമ്മളിപ്പോ ഉള്ളത് പറന്നൂർ ചെങ്കൽപ്പേട്ട ടോൾ പ്ലാസയിലോട്ടോ ഈ കാണുന്നതാണ് ഇവിടുത്തെ ടോൾ പ്ലാസ അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി ടി വിക്കടെ കുറെ മെമ്പർ ആയിട്ടുള്ള ആൾക്കാരോട് വെയിറ്റിംഗ് കേട്ടോ എല്ലാവരും ഒരു ഹായ് പോട്ടുകളെ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഇതുണ്ടോ പൊന്നാട ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ് നമുക്ക് പോവാന്ന് പോലെ നോക്കിക്ക സമയം ഇപ്പൊ 7:45 നമ്മൾ NH റോഡിൽ കൂടെ നടക്കാണ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാര്യം എന്താ വെച്ചാല് ഇതുണ്ടോ ഇഷ്ടം പോലെ വണ്ടി ഏതാ വരുന്നുണ്ടോ തൊട്ടടുത്ത് കൂടെ ജീവൻ കൈ പിടിച്ചോണ്ട് പോകേണ്ട അവസ്ഥയിലേ ഇപ്പോ ഇതൊരു വൈകിട്ട് നടത്തത്തില് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാട്ടോ കയ്യില് കൊച്ചിനെ പിടിച്ചോണ്ട് നടക്കുന്നല്ലോ അതുണ്ടോ മറ്റേ കൈ കാണിച്ചാ ചേച്ചി ഒന്നും പറയില്ല എത്ര കടി കടിച്ചു പോ രണ്ടടി രണ്ട് കടി ടേസ്റ്റ് ഉണ്ടോ എന്താ സംഭവിച്ചാല് എന്തായാലും പറയല് ബുള്ളറ്റ് ബുള്ളറ്റ് വണ്ടി വരുന്ന വരവേണ്ട ഭയങ്കര ഡേഞ്ചർ ആട്ടോ
നമ്മളിപ്പോ തിന്നോണ്ട് വറക്കാനുള്ള കാര്യം വേറൊന്നുമല്ല. ഇത് ആകെ നല്ല വെയിറ്റ് ആണ്. നമ്മള് വേണ്ടെന്ന് പറഞ്ഞല്ലോ കുത്തി കയറ്റി വിടുന്ന അവസ്ഥയിലാട്ടോ ഇപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്നത്. ഞാനിത് സങ്കടം അല്ല അഹങ്കാരം അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ റിയൽ സിറ്റുവേഷൻ പറയാണ്. ഞങ്ങളുടെ ഡ്രസ് തന്നെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ അയച്ച്. നമ്മുടെ എറണാകുളത്തെ പോലെ ഫ്ലാറ്റുകള് ഈ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ഇപ്പോഴാട്ടോ ഇത്രയും ഫ്ലാറ്റുകൾ ഒരുമിച്ച് കാണുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ? ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു പോലെ? അതെ, നമ്മള് ചെന്നൈ എടുക്കാറായില്ല, അതുകൊണ്ടാ. ശരിക്കും എറണാകുളം മറിയൻ ഡ്രൈവ് ഇല്ലേ അതേപോലെ കാണുന്നു ഇവിടെ. അതായത് പുഴ ഉണ്ട്, കൊറേ ഫ്ലാറ്റുകളുണ്ട്. ഇതിപ്പോഴാ ഞങ്ങള് കാണുന്ന തന്നെ. വണ്ടിത്തിരക്കെന്ന് പറയാൻ അന്യായ വണ്ടിത്തിരക്കാട്ടോ. എന്റെ പൊന്നോ, ഇത് വൺ വേ ആന്ന് പോലും പറയില്ല. ഒരു കണ്ടെയ്നർ, ലോറി, ഒരു ഗ്യാസ് ടാങ്കറും ഒരുമിച്ച് വരികയാണ്. നോക്കിയ എന്റെ പൊന്നോ, ഇതിനിടയിൽ രക്ഷപ്പെട്ട നന്നായി. വലിയൊരു ബ്രിഡ്ജ് ഇപ്പൊ നമ്മള് ക്രോസ് ചെയ്ത കേട്ടോ. എങ്ങനെയാണോ ക്രോസ് ചെയ്തേ, 3 റോഡാട്ടോ. എന്നിട്ടും അത്രയധികം തിരക്കാണ്. ആ ബ്രിഡ്ജിൽ നിന്ന് എങ്ങനെ വന്ന് ചാടിയെന്ന് പോലും അറിയില്ല. അതായത് ഈ ഒരു 3 ലൈനിൽ കൂടെ പോകുന്ന വണ്ടിയില്ലേ, ആ വണ്ടി എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഒരു ഒറ്റ റോഡിലോട്ട് കയറുമ്പോ എങ്ങനെ ഇരിക്കും. എന്റെ പൊന്നോ, ഞാനും ഓർത്ത് ഇത്രയും മാത്രം വണ്ടി എവിടുന്നാ വരുന്നത്. അതുപോലെ വണ്ടി വരുന്നു. ഞാനിത് ദാദാസായിപ്പോ വെറ്റിച്ചട്ടി കയറിയിരിക്കുന്നോ? വെറ്റിച്ചട്ടി നിറയെ പഴയ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പ്രേതായിരുന്നു മൂത്രയിക്കുന്നത്. ഞാൻ നോക്കണ വെള്ളം മാത്രം കാണുള്ളൂ. എന്താ പറയാ, എന്നാ വണ്ടിയാ നോക്കി. കേരളത്തില് ഏറ്റവും വലിയ മാളെന്ന് വെച്ചാൽ എല്ലാരും പറയൂലേ ലുലു മാളാന്ന്. അതുപോലെ തമിഴ്നാട്ടിലുള്ള ഒരു മാളാണ് ഡി മാർട്ട്. എന്നാ വലിപ്പം എന്ന് പറയൂന്റെ ഇവിടുന്ന് നോക്കിയിട്ട് തന്നെ അത്ര വലിപ്പമുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് പോയാലോ അതിനെക്കാട്ടും വലിപ്പമായിരിക്കും. ഇന്നോ കാര്യമാണ് നടക്കുന്നത്. ആപ്പിളൊക്കെ തിന്ന് എന്നാ വേണ്ട വയറ് ഫുള്ളായി. കൈസ് ഇപ്പൊ നല്ലൊരു ഇടി കിട്ടിയാണ്. എന്താന്നല്ലേ, നമ്മള് കഴിച്ചോണ്ട് വന്ന ആപ്പിളില്ല, ആപ്പിളിന്റെ അവസാനത്തെ പീസ് ഞാനിങ്ങനെ എടുത്ത് കാട്ടിലേക്ക് എറിഞ്ഞ് നേരെ പോയി വീണത് നമ്മുടെ ട്രാൻസ്ജെൻഡർ ഉണ്ടല്ലോ അവരിയ്ക്കുന്നിടത്ത്. എങ്ങനെ അവർ മേത്തോണ്ടായിരുന്നെങ്കിലോ എന്ത് ചെയ്യാ അല്ലേ. ഓ ജസ്റ്റ് മിസ്, അതായത് ചെറിയ പീസില്ല, അതുകൊണ്ട് നിലത്ത് തട്ടി പോയിട്ട് അവരുടെ മേത്തങ്ങാൻ കൊണ്ടായിരുന്നെങ്കിൽ തീർന്നേനെ. നാളത്തെ ന്യൂസ് ചെയ്യാൻ വന്നേ, ട്രാൻസ്ജെൻഡർ തല്ലിക്കൊന്ന് തമിഴ്നാട്ടിലോട്ട് പോയ കപ്പിൾസിൽ ഒരാൾ മരണമടഞ്ഞു. നമ്മള് മിക്കവാറും ഇവിടെ അടുത്ത് തന്നെ സ്റ്റേ ചെയ്യും കേട്ടോ. ഇവിടെ നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ടിവിക്ക് കച്ചിക്കാര് വരുന്നുണ്ട്. ചങ്ങായിരിക്കും ഇവിടുത്തെ സിഗ്നൽ അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഇവിടെ അത് പോയി നോക്ക്. ഏതാണ്ട് അവിടെ സത്യമായിട്ട് പറഞ്ഞേന് നോക്കിട്ടോ. തമിഴ്നാട്ടിലെ നാടൻ തട്ടുകട പോന്നോ? ഇവിടെ സ്റ്റാഫിന് ആവശ്യമുണ്ട്. പൊറോട്ട അടിക്കാൻ അവന്റെ കൂടെ പോയി പൊറോട്ട അടിക്കാം. തമിഴ്നാട്ടിലെ പൊറോട്ട മാസ്റ്റർ കൂടി അടിക്കും. നമ്മളെ സിഗ്നലിൽ നിന്ന് ഓട്ടിച്ചോണ്ട് പോണ്. എന്തോ ഇവിടുത്തെ കഴിച്ച് എനിക്ക് മടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് കഞ്ഞി മതി. കഞ്ഞി തമിഴ്നാട്ടിലൊരു കഞ്ഞി വന്നിരുന്നിട്ട് കഞ്ഞി കഴിക്കുന്നു. അണ്ണന്റെ കടയിലാട്ടുള്ളേ. ഇത് ഇവിടുത്തെ നമ്മുടെ കച്ചിക്കാരനാണ്. അണ്ണൻ പേരെന്നാണേ? ശേഷൻ. കുറേ കണ്ടോ അവരുടെ ദൈവങ്ങളാട്ടോ. നമുക്കിവിടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടുത്തെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിലോട്ടൊക്കെ പോയേക്കാം. നമുക്കൊരു പുടവയും സ്വീകരണമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഇരിക്കുക കേട്ടോ ഫാന്റെ അടിയില്. സാധനങ്ങള് കൊറിയർ അയക്കാറേ വെയിറ്റ് കൂടി വരും. നമ്മള് മഹേന്ദ്ര കാർ നേടുന്നുണ്ട്. പക്ഷെ നമ്മള് തമിഴ്നാട്ടില് ഫസ്റ്റ് ടൈം ആയിട്ട് മഹേന്ദ്ര സിറ്റിയിലാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ടിവിക്കയുടെ ഉയർന്ന മെമ്പേഴ്സിൽ പെട്ട ആൾക്കാരാട്ടോ. ഞാൻ പരിചയപ്പെടുത്തി തരാം. சதீஷ் மத்திய மாவட்டம். ஓகே, இங்கிலீஷ்ல என்ன சொல்லுவாங்க அதுக்கு? எக்ஸிகியூட்டிவ் கமிட்டி மெம்பர். ஓகே ஓகே, உங்க பேர் சொல்லுங்க. தமிழ் செல்வன். വിജയ്, സതീഷ്, சேஷன். അപ്പൊ ഇവരുടെ കെയർ ഓഫിലാണ് നമ്മളിന്ന് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. நீங்க உதவி எல்லாம் பண்ணி கொடுத்துருக்கு, ரொம்ப சந்தோஷம். அண்ணன் தான் முன்னாடி பின்னாடி இருக்கு. ഓക്കേവാ, ഹായ് പോട്ടിക്കോ. ഗൈസ്, നമ്മൾ ഇവിടുന്ന് അടുത്ത വണ്ടി കയറാൻ പോവാണ്. ഈ ബൈക്കിന് ഞങ്ങളുടെ വണ്ടിയാണ്. അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടോ. അതെ, അവരുടെ കൂടെ നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 200 മീറ്ററിന്റെ ഉള്ളിലോട്ട് പോകണം. അപ്പൊ അവരുടെ വണ്ടി നമുക്ക് തന്നേക്കുന്നുണ്ട്. വാ, എസ്കോട്ടിൽ നമ്മൾ പറക്കാണ്. അത് എന്ത് മണക്കുന്നാ? മണക്കുത്. ഇത് തമിഴ്നാട്. ഇതാ കണ്ടോ, ആ ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കാൻ പോകുന്നത്. മരങ്ങൾ വെച്ചെടുക്ക് ചെയ്യുന്നുണ്ടോ? ഹോട്ടലിന്റെ പേരാണ് അലാമോ എക്സസ് റിയൽ ടസ്കണി.
ഇറങ്ങി ഓടിയാ പറക്കടാ ക്യാമറ അതേക്ക് പിടിക്കും. പെട്ടെന്ന് എടുത്തിട്ട് 30 കിലോ അപ്പ ഗൈസ് നമ്മുടെ വെയിറ്റ് കൂടിക്കൂടി വരാം കേട്ടോ. 40 കിലോ ആയി ഇപ്പൊ. ഗൈസ് 9ാമത്തെ ഫ്ലോർ. ഇത് നടന്നു കയറിയാലോ. ഞങ്ങൾ ഒരു വാട്ടി പോകുമ്പോ ഒരിടത്തിലെ ലിഫ്റ്റ് ഇല്ല, 3 നാള് ഏരിയച്ച് സെക്കൻഡ് ഫ്ലോർ கீழே போனோம். ஓகே நாங்க மேல போயிட்டு இருக்கோம். ஸ்டடி ஆச்சு ஒர்க் சீசா അപ്പാടി നല്ല മണം കേട്ടാ. മണം ഇല്ലെന്ന് പറയില്ല. ഒരു 3 സ്റ്റാർ ഹോട്ടലിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലോ. ചെരുപ്പൊക്കെ അയച്ചിട്ടിട്ട് കയറിയിട്ടുണ്ട്. 906 ഇവിടെ അങ്ങോട്ട് നോക്കിയേ, വേറെ ലെവല്. ശരിക്കും പറഞ്ഞ റൂമല്ല, വീടാട്ടോ. ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ അണേ ரொம்ப സന്തോഷം. പേടിയൊന്നും ഇല്ലേ ഇനി? ഇത്താടെ പേരെന്താണ്? എന്റെ പേര് ഷഹന. നമ്മളിപ്പോ എവിടെയാണ് വന്നേക്കുന്നത്? ഇപ്പൊ തമിഴ്നാട്ടിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അത് എന്റെ ഫ്ലാറ്റ് കാണിച്ചു തരാൻ. ഞങ്ങൾ കൊറേ സുഹൃത്തുക്കൾ ഇത്താടെ ഫ്ലാറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഈ 906 എന്ന് പറയുന്നത് ഇത്താടെ വീടിന്റെ നമ്പർ. ഓക്കെ, തുറക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. ഫാൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങള് വരുന്നോ വിചാരിച്ച് ഞങ്ങള് അങ്ങനെ ഇട്ടാണ്. ഓക്കെ ഓക്കെ. അടിക്കാടെ. ശരി. എന്റെ ഫ്ലാറ്റില് ഒരു പഴയ പെയിന്റ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങള് പുത്തൻ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഞങ്ങളൊരു TV അടിച്ചിട്ടുണ്ട്, അത് ചെറുതായി പോയി. ഞങ്ങൾ കുറച്ചും കൂടി വലുത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഞങ്ങൾ ഈ ഒരു ടേബിൾ വരുന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്ന സ്ഥലമാണ് ഈ ബാത്റൂം. ദോശ തുറന്നിട്ടേക്കാണല്ലോ. അത് ഞങ്ങൾ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി ബാത്റൂമിന്റെ തുറന്നിട്ടേക്കുന്നു. പേപ്പറൊക്കെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടുമ്പോൾ തുടക്കാം. ഇത് നോക്കാം. ഒരു വാഷ് ബേസിൻ വാഷ് ബേസിന്റെ ഇവിടെ കലണ്ടർ ലൈറ്റ് ഇത് വെക്കണ്ടേ? അതിലങ്ങ് വെക്കും. ഇത് പുതിയതായതുകൊണ്ടേ. അങ്ങനെ ഓർഡർ ചെയ്തേക്ക്. എന്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ പോലെ ഇരിക്കുന്ന എന്റെ അടുക്കളയാണ്. കണ്ടോ? ഇതെന്തത്? അതോ ഇത് വെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളം. പക്ഷെ എനിക്ക് വയ്യ. ഇതിന് മാത്രമുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? പിന്നെ ഞാൻ ആരും വിചാരിച്ചു ഇതെന്താണ്? ഇത് നമ്മുടെ കുഞ്ഞൊരു ഗ്യാസ് സ്റ്റവ്. പ്രീതിയുടെ ഗ്യാസ്. ഇത് എത്ര കോസ്റ്റ് ആയി കാണും? ഇത് എത്രയാന്ന് വെച്ചാൽ മാഡം അറിയാം. ഓക്കെ, ഇത് ഇവിടെ അവർ ചെയ്ത് വെച്ചത്. അവർ ചെയ്ത് വെച്ചാണ്. ഓക്കെ, ഇതൊരു ഫ്രിഡ്ജ്. ഞങ്ങളിത് ഇത്ര ഫ്രിഡ്ജ് ഇതൊക്കെ ഈ ഒരു സ്പേസിൽ ഞങ്ങള് കളർ ഫ്രിഡ്ജ് മാത്രമാണ്. ഞങ്ങൾ ഒരു ഓട്ടോമാറ്റിക് ഫ്രിഡ്ജ് വേണം. അതായത് ഇത്തനെ പോലെയുള്ള ഫ്രിഡ്ജ് ചെറിയ. ഇതൊന്ന് തുറന്ന് കാണിക്കാവോ? ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കി. ഓ സൂപ്പർ ആട്ടോ. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഞാൻ വേണ്ടി കയറിയിരിക്കാം. വേണ്ട വേണ്ട. ഓക്കെ. എന്റെ വീട്ടിലത്തെ പണിയെല്ലാം കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണമുണ്ട്. അപ്പൊ ഞാൻ കേട്ടോ കുറച്ച് കാറ്റുള്ള അങ്ങോട്ട് എന്റെ ബാൽക്കണി പോകും. ഭയങ്കര ടൈറ്റാണ്. കുറച്ച് മിസ്സായി കിടക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല വ്യൂ ഉണ്ടല്ലോ. അടിപൊളി വ്യൂ അല്ലേ? വ്യൂ അടിപൊളി. നല്ല രസം കിട്ടും. അതുകൊണ്ടൊക്കെ ഈ ഒരു കാഴ്ചയൊക്കെ എല്ലാ ദിവസവും കാണാൻ പറ്റൂലേ? എല്ലാ ദിവസവും. ഞാനിപ്പോ പുതിയതായി വന്നതുകൊണ്ട് ഇവിടെ കുറച്ച് റെഡി ആക്കാനുണ്ട്. ഈ ഒരു പെയിന്റിന്റെ ഒരു പൊടികളാണ് ഇവിടെ കിടക്കുന്നത്. ഇത് AC ഒക്കെ ഉണ്ടല്ലേ? AC. ഇത് വാഷിംഗ് മെഷീൻ. അവിടെ 2 AC ഉണ്ടോ? 2 AC. അതിനുള്ളിൽ ഒന്ന് ഇവിടെ ഹാളിൽ AC ഉണ്ട്. ഇത് റൂമിന്റെ AC ആണ്. ഇത് അവിടെ ഇരിക്കുന്ന സാധനമാണ് വാഷിംഗ് മെഷീൻ. ഇങ്ങോട്ട് നീക്കി വെച്ചോ. കുറച്ച് പണി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുറച്ച്. എന്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ റൂം ഞാൻ കാണിച്ചത്. എന്റെ ബാഗും സാധനങ്ങളാണ് അത്. അല്ല, എമ്മ മാട്രസിന്റെ ഒരു ബെഡാണ്. വുഡിന്റെ ഒരു അലമാര ഇരിപ്പുണ്ട്. ഈ ചെറിയ അലമാരയാണല്ലോ. ഈ റൂമിന് പറ്റിയ ഒരു അലമാര കൊണ്ടിരിക്കും. നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടേബിൾ ഇതിൽ തന്നെ ഫിറ്റ് ചെയ്തേക്കാല്ലേ? സൂപ്പർ. AC ഉണ്ട്. AC. വേറൊരു അടിപൊളി കാഴ്ച കൂടി കാണിച്ചതാണ്. ഈ ഒരു ജനല് തുറന്നാല് പുറത്തുള്ള വ്യൂ ആസ്വദിക്കാം. കാറ്റും കൊണ്ട് അപ്പുറത്തെ ഫ്ലാറ്റ് വരെ കാണാൻ പറ്റും. നോക്കിക്കേ. സൂപ്പർ കേട്ടോ. ഇതേപോലെ ഇരിക്കുന്ന കുറെ ഫ്ലാറ്റുകൾ ഇവിടെ തന്നെ ഇഷ്ടം പോലെ മുഴുവൻ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
ഞങ്ങക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കുറച്ച് കഴിയുമ്പോ മെസ്സേജ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയാം. ഇവിടെ കുറച്ച് അധികം ചൂടുണ്ട്. നല്ല അത് AC ഇട്ടാ മാറുമായിരിക്കും. ഉള്ളിൽ കയറിയ പിന്നെ ചൂട് അറിയില്ല. അറിയില്ല. ഓക്കെ. ഈ ഒരു ഫ്ലാറ്റിന്റെ സെക്രട്ടറി മാനേജർ അങ്ങനെ ആരോ ആണ്. നമ്മൾ ഇതുപോലെ വരുന്നുണ്ട്, നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോ അയാളുടെ ഒരു സപ്പോർട്ടിൽ നമുക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ. എന്നാ റൂം കിടച്ചത് നല്ല സൂപ്പറാ ഇരിക്കും. ഇത് റൂമല്ല, ഇതൊരു ഫ്ലാറ്റ് ആട്ടോ. അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ഫ്ലാറ്റിൽ കയറുന്നത്. ഇവിടെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ, ഒന്നിനൊരു കുറവില്ല. തല പുറത്തേക്ക് എടുക്കുന്നില്ലേ? ഉള്ള കാഴ്ച കണ്ടോണ്ടിരിക്കാൻ പോണോ? അതിപ്പോഴാണ് കാണുന്നത്. അത് മൊത്തം ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂടുതൽ എറണാകുളത്തല്ലേ ഈ ഫ്ലാറ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ നോക്കി നോക്ക്, ഇവിടെ ഫുള്ളും ഫ്ലാറ്റ്. എവിടെ നോക്കിയാലും വെട്ടം മല. മലകളുണ്ട് ഇവിടെ കാണാൻ. നല്ല രസമുണ്ട്. അടിപൊളി.